പള്ളിക്കൽ പഞ്ചായത്ത് 17-ാം വാർഡ് പാടശേഖര സമിതി സംഘടിപ്പിച്ച കാർഷിക ചന്ത ശ്രദ്ധേയമായി. വാർഡിലെ 15ഓളം കർഷകരുടെ വിവിധയിനം വിഷരഹിത പച്ചക്കറി വിളകളും തൈകളും കുടുംബശ്രീയുടെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള വിവിധയിനം ഉൽപ്പന്നങ്ങളും ചന്തയിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. കൂടാതെ ചിറയിൽ ഗാർഡനിൽ നിന്നുള്ള വൃക്ഷത്തൈകളും തേനിപ്പലം റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നഴ്സറിയിൽ നിന്നുള്ള വൃക്ഷത്തൈകളുടെയും പച്ചക്കറി തൈകളുടെയും വിൽപ്പനയും പ്രദർശനവും ഉണ്ടായിരുന്നു. കൂടാതെ പള്ളിക്കൽ ബസാർ KP ഗ്രൂപ്പിന്റെ കാർഷിക യന്ത്ര പ്രദർശനവും കാർഷിക ചന്തയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. 17-ാം വാർഡിലെ കർഷകർക്ക് കൈത്താങ്ങാവുന്നതിനായി 3 വർഷം മുമ്പ് രൂപീകരിച്ച പാടശേഖര സമിതി പള്ളിക്കൽ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷക കൂട്ടായ്മയാണ്. കഴിഞ്ഞ വർഷമാണ് വാർഡിൽ കാർഷിക ചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. ഇക്കുറി 17-ാം വാർഡ് മെമ്പർ MP നിതീഷിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായാണ് കാർഷിക ചന്ത സംഘടിപ്പിച്ചത്. രാവിലെ 8 മുതൽ രാത്രി വരെ നീണ്ടുനിന്ന കാർഷിക ചന്തയിലെ കാർഷിക പ്രദർശനം കാണാനും ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമായി അയൽ പഞ്ചായത്തിൽ നിന്നുൾപ്പെടെയാണ് ആളുകൾ ഒഴുകിയെത്തിയത്. കാർഷിക ചന്തയോടനുബന്ധിച്ച് വാർഡിലെ കർഷകർക്കായി ആദരിക്കൽ സംഗമവും സംഘടിപ്പിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 10 കർഷകരെ വേദിയിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വേദിയിൽ വെച്ച് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. രാവിലെ 8 മുതൽ രാത്രി 8 വരെ നീണ്ടുനിന്ന കാർഷിക ചന്ത കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 17-ാം വാർഡ് ഒരു കർഷകർക്ക് വേണ്ടി ചന്ത ഒരുക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് പാടശേഖര സമിതിയെ. ഇപ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് മഴ പെയ്ത് എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. കൃഷിയൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു പോയി. കർഷകരെപ്പോഴും എന്തെങ്കിലും കാരണത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. കർഷകരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത് തീർച്ചയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര ഉയർന്നാലും ഭക്ഷണത്തിന് നമ്മൾ ആശ്രയിക്കുന്നത് ശരിക്കും കർഷകരെയാണ്. കർഷകരുടെ വിയർപ്പാണ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നതെന്ന് ഓരോരുത്തരും നമുക്ക് വിലയിരുത്തി ആലോചിക്കേണ്ടതുണ്ട്. എത്ര തന്നെ ഉയർന്നാലും കർഷകരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളാണ്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി പ്രോജക്റ്റുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഓരോ പ്രയാസത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. തീർച്ചയായും അതേ പറയാനൊക്കെയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന്. പിന്നെ ഇവിടെ പലപ്പോഴും മഴയില്ലെങ്കിൽ എന്തെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം എന്തെങ്കിലും ആയിട്ട് കൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയെ തരണം ചെയ്യാൻ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് സർക്കാരുകൾ വരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വാർഡ് മെമ്പർ MP നിതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊണ്ടോട്ടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TK സൈഫുന്നീസ മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അബ്ബാസ് വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K വിമല, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VPA ഷുക്കൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഖമർബാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം P നീലകണ്ഠൻ, പള്ളിക്കൽ കൃഷി ഓഫീസർ മൃദുൽ വിനോദ്, കൃഷി അസിസ്റ്റന്റ് സന്തോഷ് കുമാർ, പാടശേഖര സമിതി ചെയർമാൻ TK മൊയ്തീൻ കോയ, വാർഡ് വികസന സമിതി കൺവീനർ T അസ്ലം, ADS അംഗം സുഹറ എന്നിവർ സംസാരിച്ചു. കാർഷിക ചന്തയോടനുബന്ധിച്ച് രാവിലെ മുതൽ രാത്രി വരെ പുത്തൂർ പള്ളിക്കൽ സ്വദേശി ഗായകൻ ഷബീർ ഷായുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.